മഴ തോരും മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അടുക്കളയിൽ ജോസഫും അലീനയും തമ്മിലുള്ള യുദ്ധം നടക്കണ്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതും കൂടി നിങ്ങൾ അനുസരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വല്യപ്പച്ചൻ വന്നു പറയും, എന്താ മോളെ എന്ന് ചോദിക്കും. അല്ല വല്യപ്പച്ച, ഇവിടെ ഒരു വിലയില്ല സാധനങ്ങൾക്ക്, ദൂർത്തടിച്ച് കളയണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം വല്യപ്പച്ചൻ എന്ത് ചെയ്യും, അലീനനെ കൈ പിടിച്ച് കൊണ്ടുപോകും. ഇങ്ങോട്ട് വന്നേ, നീ മോൾ ഇങ്ങോട്ട് വന്നേ, വല്യപ്പച്ചനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഹൗസ് ഓപ്പിനാണെങ്കിൽ വിനോദ് ഭയങ്കരമായിട്ട് ചൂട് പിടിപ്പിക്കണേ, ഒട്ടും വിട്ടു കൊടുക്കരുതിട്ടാ, ഇന്നലെ വന്ന അവൾ നമ്മളെ ഭരിക്കും അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേ, ഇല്ലില്ല അതിനിട ഞാൻ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് അയാളും അതേ ചൂടിൽ നിൽക്കണം. അപ്പോൾ വല്യപ്പച്ച എന്ത് ചെയ്യുന്നു, അലീനോട് അറിയും, മോളെ നമ്മൾ അവരുടെ മുന്നിൽ തരം താഴരുത്, ചെറിയ ചെറിയ സാധനങ്ങൾക്കൊന്നും വില പറയരുത്, അനാഥാലയത്തിൽ നീ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെന്ന് വെച്ച് അവരെ മുന്നിൽ താഴരുത്, നീ ഇപ്പം ആരാന്ന് പറയും. ഞാൻ ആരായാലും എന്താ വല്യപ്പച്ച, എനിക്ക് എന്തായാലും ഭക്ഷണത്തിന് നല്ല വിലയുണ്ട്, എനിക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അയാൾക്ക് ഭയങ്കര തൻ്റെ ഇടം, ആൾക്ക് എന്നെ കണ്ടുകൂടാ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അതെന്താ അങ്ങനെ, അയാൾ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയരുതെന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാത്തിനും ഒരു വിലയില്ലേ, ആവശ്യത്തിന് മേടിച്ചാൽ പോരെ. വല്യപ്പച്ചൻ്റെ ഈ സ്റ്റാലിനെ ഇനി എന്നാ മര്യാദ പഠിപ്പിക്കണേ? ഓ, അവനെങ്കിലും അതൊന്നും പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൻ അങ്ങനെയാണ്, ധാരാളമായിട്ട് മേശപ്പുറത്ത് സാധനങ്ങളൊക്കെ കാണണം, കണ്ടോട്ടെ. അതും കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന അടിച്ച് വരാൻ വരുന്ന ചേച്ചിക്കിന് കൊടുക്കണേ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അർഹത ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വല്യപ്പച്ചാന്ന് പറയും. അപ്പം നീ ഇനി സ്റ്റാലിനായിട്ട് ലാലിച്ചനായിട്ട് ഉടക്കാൻ തന്നെ തീരുമാനിച്ചോ മോളേന്ന് ചോദിക്കും. ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയും. യോ, ഇവരുടെ ഇടയിൽ കിടന്ന് ഞാൻ പെടുവല്ല എന്നും പറഞ്ഞ് തല ചൊറിഞ്ഞും കഴിഞ്ഞിട്ട് ഹൗസ് ഓപ്പച്ചൻ പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹൗസ് ഓപ്പച്ചൻ ചെന്ന് ലാലിച്ചനോട് കണ്ടമാനം അലീനനെ പറ്റി നുണകളൊക്കെ പറഞ്ഞു കൊടുക്കും. അടുക്കളയിൽ കയറി എൻ്റെ കൈ കെട്ടിയിട്ടേക്കണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, ചീഞ്ഞതും പൂത്തതും പുഴു അരിച്ചതുമായ തക്കാളിയൊക്കെ എടുത്ത് ഉപയോഗിക്കാനാണ് പറയുന്നത്. ആ കൊച്ചനാഥാലയത്തിൽ അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തിന്നണോ? സാറിന് എനിക്ക് അങ്ങനെ വെച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ലാലിച്ചൻ അത് കേട്ടപ്പോൾ അപമാനം തോന്നി. ഇനി അലീന നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടില്ല, നീ പോയി നല്ല സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി, ഇനി ആര് പറയണതും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീനയുടെ മുറിയിലേക്ക് ലാലിച്ചൻ വരുന്നു. വൈകുന്നേരമാണ്. അലീന എന്ന് പറയും. അപ്പോൾ അലീന കട്ടിൽ നിന്ന് എഴുന്നേൽക്കും. ഞാൻ പ്രതീക്ഷിച്ചു, എന്ത് വഴക്ക് പറയാനൊരു വരവ്, അപ്പോൾ വഴക്ക് പറയാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ എന്ന് പറയും. ഞാനൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടില്ല, എനിക്ക് പറയാനുള്ളത് പപ്പ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് പറയും. എന്ത് ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയണേത് ഞാൻ എന്തിനായാലും ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇടപെടും, ആരെന്ത് പറഞ്ഞാലും. അപ്പം ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഈ ഒരു കാര്യത്തിൽ ഞാൻ അനുസരിക്കില്ല, എനിക്കത് കാണാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെയാണ് ജനിച്ച് വളർന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അലീന സ്റ്റാലിയോട് പിണങ്ങും. ശേഷം പിറ്റേ ദിവസം വിനോദ് വീണ്ടും വലിയൊരു മീനൊക്കെ മേടിച്ച് വരുന്നു. അപ്പം മീൻ മേടിച്ച് പിന്നെ അടിച്ച് കൊരുന്ന പെണ്ണും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബൈജി പറയും, എന്നാ എത്രയുണ്ടെന്ന് ചോദിക്കും. 300 3 കിലോനുണ്ടെന്ന് പറയും. വലിയൊരു മീനാണ്. പറയും തലയും പാലൊക്കെ നല്ലോണം അങ്ങോട്ട് കണ്ടിച്ചോ, എന്നിട്ട് ഈ ചേച്ചിക്ക് കൊടുത്തോ, എന്താണ് അവൾ ചെയ്യണതെന്ന് നോക്കട്ടെ, അവൾ വരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ അലീന വരും. അലീന വരുന്ന നേരത്ത് മീൻ മുറിക്കാൻ പോണു. ജോസ്പേട്ടാ മീൻ മുറിക്കലില്ലേ എന്ന് നോക്കും. ആ, മീൻ മുറിക്കണം, ഞാനെന്തിന് മറ്റുള്ളവരുടെ സൗകര്യത്തിന് നോക്കണേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മീൻ മുറിച്ചോളാം എന്നൊക്കെ പറയും. ആ, എന്തെങ്കിലും ആവട്ടെ മീൻ മുറിക്ക് എന്ന് പറയും. അങ്ങനെ അയാൾ ആ മീനെടുത്ത് മുറിക്കാൻ പോകണം. അപ്പോൾ അലീന കൈയും കെട്ടി നിൽക്കണ അലീനയ്ക്ക് കാര്യം മനസ്സിലായി, പോരെടുക്കാനുള്ള തയ്യാറെടുപ്പെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതേപോലെ തന്നെയാണ് വലിയ മീൻ ഇതേപോലെ കണ്ടം തുണ്ടൊക്കെ വെട്ടി നശിപ്പിക്കുന്നു. അതിന് ശേഷം ബാക്കി ജോലിക്കാരുടെ കവറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. പിന്നീട് അലീന അവരായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ലാലിച്ചൻ തോട്ടത്തിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. അപ്പം നീ തോട്ടത്തിലേക്ക് പോകണമെന്ന് ചോദിക്കും. അതെ. എടാ, നീ അവളോടുള്ളത് പിണക്കം ഒന്ന് കുറയ്ക്കിട്ടാ, നീ ഇത്തിരി ദേഷ്യം കുറയ്ക്കണം, അവൾ പറയുന്നതും കാര്യങ്ങളൊക്കെ ഇനി ഈ ഇടക്കളയിൽ നടക്കുന്ന ധാരാളിത്തങ്ങളൊന്നും നീ അറിയണില്ലല്ലോ, അതുകൊണ്ടാണ്, അവൾ പെൺകുട്ടിയല്ലേടാ, അവളതൊക്കെ കണ്ട് വളർന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് അവൾക്കത് ഇഷ്ടപ്പെടാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതും. അപ്പം അപ്പച്ചനും അവളും എന്നോട് യുദ്ധത്തിന് വരാൻ പോകണമെന്ന് ചോദിക്കും. ഞാനൊന്നും യുദ്ധത്തിനില്ല എന്നറിയും. അപ്പച്ചൻ പോയി അവളോട് ഞാൻ പോണു, ഫാക്ടറിയിലേക്ക് പോണു, പോരുണ്ടോയെന്ന് ചോദിക്കും. പിണക്കൊന്ന് മാറും, മനസ്സിനൊരാശ്വാസം കിട്ടും.
ശരി നീ ഇവിടേക്ക് ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അലീന എന്നോട് പോയി ചോദിച്ചിട്ട് നമ്മുടെ വല്യപ്പച്ചൻ തിരിച്ചു വരണ എന്താ അവളില്ലാന്ന്. ഓ അവളെ പണക്കം മാറിയിട്ടില്ലല്ലേ? ഇല്ല. എന്നാൽ അപ്പച്ചൻ കയറി. ഞാനും ഇല്ലയെന്ന് പറയും. ഓ അപ്പോൾ അവളില്ലെങ്കിൽ അപ്പച്ചനും ഇല്ലല്ലേ എന്ന് പറയും. എടാ ഞാൻ നിന്നോട് മത്സരിച്ചിട്ടൊന്നുമില്ല, മത്സരിക്കാനൊന്നുമില്ല, നിന്നോട് നല്ലോണം മത്സരിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട് ആയ കാലത്തെന്ന് പറയും. അതിൻ്റെ ഫലമൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിക്കണേന്ന് പറഞ്ഞ് അയാൾ പാഞ്ഞു പോകും. ഇവനെന്ത് പോകണി പോണ്, വെറുതെ പെട്രോൾ കത്തിപ്പോകുന്നല്ലാണ്ട് എന്ന് പറയും. അതിന് ശേഷം അടുക്കളയിലുള്ള യുദ്ധമാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മുടെ ജോലിക്കാരിയുടെ കവറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്കാരോട് പറയുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ തിരിച്ചുവിടെ എടുത്തേക്ക്, എന്നിട്ട് നിങ്ങൾ ഇനി പണിയെടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പരാതി വീണ്ടും ലാലിച്ചൻ്റെ ചെവിയിലെത്തും. ലാലിച്ചൻ അലീനയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലും. അപ്പോൾ അലീനനോട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യം, ഇങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നിൻ്റെ നിപ്പ് ബുദ്ധിമുട്ടാവും പറയും. പറഞ്ഞയച്ചോ എന്നെ. അപ്പോഴത്തേനും വല്യപ്പച്ചൻ അങ്ങോട്ട് വരും. എന്നെ ആ കുളത്തൂപ്പുഴ ബസ് സ്റ്റോപ്പിൽ അയക്കാൻ മതി, അല്ലെങ്കിൽ അതും വേണ്ട, വല്യപ്പച്ചൻ പോകുമ്പോൾ എന്നെ അവിടെ ഇറക്കി തന്നാൽ മതി, ഞാൻ പൊക്കോളാം. എനിക്കിഷ്ടം പോലെ അനാഥാലയങ്ങളുണ്ട്, എനിക്ക് എവിടെയായാലും ഒന്ന് അന്തി ഉറങ്ങിയാൽ മതി, വിശപ്പിനൊരു ആഹാരം കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ പഴയ ജീവിതമല്ല ഇവിടെ, നീ ഇപ്പോൾ ലാലിച്ചൻ്റെ സ്റ്റാൻലിയുടെ മകളാണ്, ആ രീതിയിൽ നീ ജീവിക്കണം, അത് അവരുടെ മുന്നിൽ നീ താഴരുത്, നീ അവരുടെ മുന്നിൽ അവരുടെ മുകളിൽ നിൽക്കണം എന്ന് പറയും. എനിക്ക് മേശ നിറയെ ഭക്ഷണ സാധനങ്ങൾ കാണണം, ഞാൻ തിന്നാലും തിന്നില്ലെങ്കിലും നിറച്ച് സാധനങ്ങൾ കാണണം, അതിൽ വേസ്റ്റ് ആവണതൊന്നും ഞാൻ നോക്കാറില്ല എന്നിങ്ങനെ അയാൾ പറയുന്നു. അപ്പോൾ പറയും, അതെ പപ്പ ആഡംബരത്തോടെ ഭക്ഷണ സാധനങ്ങൾ കണ്ടും കഴിച്ചും അടുത്ത് ജീവിക്കുമ്പോൾ എച്ചിലാക്കണ ഭക്ഷണമെങ്കിലും എച്ചിലെങ്കിലും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സ്വന്തം മോൾ അനാഥാലയത്തിൽ കിടന്ന് 23 വർഷം കഴിഞ്ഞത് അപ്പച്ചൻ മറന്നോ, പപ്പ മറന്നോ എന്ന് ചോദിക്കുന്നതോടുകൂടി സ്റ്റാൻലി ആകെ ഷോക്കായിട്ട പോലെ നിൽക്കണ്, ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയുടെ അഹങ്കാരം അങ്ങോട്ട് കുറയണ്, കണ്ണൊക്കെ ഒഴുകി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.